ഇതേപോലെ ഉറുമ്പ് ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് 100% എഫക്റ്റീവായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒറ്റത്തവണ ഒഴിക്കുമ്പോഴേക്ക് തന്നെ ഉറുമ്പ് എല്ലാം ചത്തു പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കാരണം പിന്നെ അതിൻ്റെ ഭാഗത്തേക്കേ ഉറുമ്പ് വരുന്നില്ല കേട്ടോ. ഇതെൻ്റെ വീട്ടിലാണ്. ഇത് ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നന്നായിട്ട് നീറില്ലേ, ഈ ഒരു നീറ് കൂടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് ഈ ഒരു സ്പ്രേ ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്. ഈ ഒരു വേപ്പിൻ്റെ ഇല കുറച്ചെടുക്കുക, ഒരു 3-4 തണ്ട് മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു പച്ചമുളകാണ്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഈ ഒരു ഇലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കണം കേട്ടോ. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബാർ സോപ്പാണ്, നമ്മൾ അലക്കുന്ന സോപ്പില്ലേ അത്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും വേണ്ട, അലക്കിയിട്ട് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ മതി. അതും ഒരു പകുതി, ഒരു തുണ്ട് കഷ്ണം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ബാർ സോപ്പ് തന്നെ എടുക്കണം, സോപ്പ് പൊടി എടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് ഈ ഒരു നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം. ഞാൻ അവിടെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മൂടി അളവിൽ വിനാഗിരിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ഈ ഒരു സുർക്ക, അതൊരു 3 മൂടി അളവിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കുപ്പിക്ക് കുറച്ച് ഹോൾസ് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതായത് ഞാൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉറുമ്പൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചുമരുമ്മൽ ഈ ഒരു പച്ച കളറാവുന്ന ടെൻഷൻ അടിക്കണ്ട, പച്ചക്കളർ അവിടെ കറ പോലെ പിടിച്ച് കിടക്കത്തില്ല കേട്ടോ. അത് ഒന്ന് തുടച്ചാൽ ഞാൻ മതി. ഇതപ്പം ഇത് ഞാൻ അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള ഉറുമ്പ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇനി നീറുള്ള ഭാഗത്തൊക്കെ ഒന്ന് അങ്ങനെ അത് സ്പ്രേ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നീരുണ്ടെങ്കിൽ നമ്മൾ ആ ഇലയിലൊക്കെ കയറും. നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടാൽ ആ ഒരു നീരിനെ നമ്മൾ അകത്തേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടിയും വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വീടിൻ്റെ കുറ്റിയാരം എന്നൊക്കെയാണ് ഇവിടെ പറയുക, വീടിൻ്റെ ഈ ഒരു തറയിൻ്റെ ഒരു ഭാഗമില്ലേ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ ഒന്നും ഉറുമ്പ് വരില്ല. അതിന് അസാധ്യ സ്മെല്ലാണ് വേപ്പിൻ്റെ ഇലേൻ്റെയും അതേപോലെ തന്നെ വെളുത്തുള്ളി വിനാഗിരിയൊക്കെ കൂടി ചേർന്നിട്ട്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എവിടെയാണോ ഉറുമ്പുള്ളത് അവിടെയൊക്കെ ഒന്ന് ഇതൊന്ന് ഇങ്ങനെ പൊടിയൊന്നും ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൊടി നമ്മുടെ തറയിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് ഉറുമ്പുള്ളത്. അത്യാവശ്യം നല്ല കടിക്കുന്ന ഉറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ വെക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.